ഉദയശ്രീനടയിൽ ഉയരുമീ മലയിൽ ചിറകു വീശി ചിരികൾ പൂക്കും ഹൃദയമുണരുകയായി കസവുടുക്കും കനവുകൾ തൻ കവിതയല്ലോ ഗേഹം ശ്രീ തുളുമ്പി നിൽക്കും ഗമനിഗമം മകളധികമണി സരിഗരി നിരഗ ഗമമണി ഗമമണി നിജ ഗമമണി നിജ സരി ഗമമണി നിജ സരി ഞാൻ ലോകിനാശം പിള്ള, കോടിപതി ലോകിനാശം പിള്ള എന്ന് പറഞ്ഞാലേ മുഴുവൻ പേരാകത്തുള്ളൂ. ഉണ്ണി സാർ ഗൾഫിൽ നിന്ന് വന്നു ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ഓടിയത് പോലെയായിരുന്നു. ഏത് തരം പോളിസിയാ വേണ്ടത്? ജീവൻ താര, ജീവൻ രക്ഷക്ക്, ജീവൻ പതക്ക്. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്നാ തോന്നുന്നു. ഞാൻ ഉണ്ണി സാറിനെ തന്നെ അന്വേഷിച്ചു വന്നതാ. LICയുടെ ഗുണം ഉണ്ണി സാർ. എനിക്ക് ഇതിന്റെയൊക്കെ എന്താണ് ആവശ്യം? ആവശ്യമേ ഉള്ളൂ. വീട് വെക്കാൻ പോവാണെന്ന് മാധവിയമ്മ പറഞ്ഞു. അപ്പൊ പിന്നെ LIC ഒരു ലോണോ മറ്റോ എളുപ്പത്തിൽ എടുക്കാലോ. അതുമല്ല, പിന്നെ നിങ്ങളൊക്കെ ആകാശത്തോടെ പറഞ്ഞ് മനുഷ്യന്റെ കാര്യമല്ലേ. എവിടെ വെച്ചാ എപ്പോഴാ എന്തൊക്കെയാ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ബന്ധുക്കൾക്ക് കിട്ടും ഗുണം. ഉണ്ണി സാർ പോയിട്ട് വരണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, പോയിട്ട് വരണോന്ന് പറഞ്ഞാൽ പോയിട്ട് പിന്നെ വരണോന്ന്. അയ്യോ നിനക്ക് ഈ പങ്കജാക്ഷി വല്യമ്മയെ മനസ്സിലായില്ലോടാ. എന്റെ കുഞ്ഞങ്ങ് ക്ഷീണിച്ചു പോയി. എനിക്ക് വാസന സോപ്പൊന്നും കൊണ്ടുവന്നില്ലോടാ പേഷ്യന്ന്. നിനക്ക് മനസ്സിലായില്ലേ? അച്ഛന്റെ വകയിലുള്ളൊരു വല്യമ്മയാ. നീ നന്നേ ചെറുപ്പത്തിൽ കണ്ടതാവും. എന്റെ കുഞ്ഞെ, എനിക്ക് നീയല്ലാതെ മറ്റാരാ ഉള്ളത്? എന്റെ കുഞ്ഞു ലക്ഷ്മിയുടെ മോൻ ദിവാകരനെ. ഇപ്പൊ എപ്പോഴും നിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. നീ അവനെ ഗൾഫിലോട്ട് കൊണ്ടുപോക്കോ. അവൻ നല്ലവനാ കുഞ്ഞെ. വാ, എനിക്ക് എന്റെ മോനോട് കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ പോണോ നിക്കണോ? നീ അവിടെ കിടക്ക്. ഈ അരപ്പന്മാരൊന്നും വീട്ടിനകത്ത് കേട്ടല്ലേ മക്കളെ? ഒക്കെ കള്ളന്മാരാ. ഗൾഫുകാരന്റെ വില ഇത്ര അധികമാണെന്ന് ഞാൻ ഇപ്പോഴറിയുന്നത്. നീ ആളൊരു ഭാഗ്യവാൻ തന്നെയാ. സുമി ചേച്ചി, വെറുതെ എന്നെ വട്ടുപിടിപ്പിക്കില്ലേ. ഇവരുടെയൊക്കെ വിചാരം എന്താ? ഗൾഫുകാരനെന്ന് വെച്ചാൽ പൂത്ത പണമുണ്ട് കയ്യില്, കിന്നരി തലപ്പാവ് വെച്ച രാജകുമാരനാണ് എന്നൊക്കെയാ. അവിടെ കഷ്ടപ്പെടുന്നതിന്റെ വിഷമം ഇവർക്കുമല്ലോ അറിയൂ. രക്തം വേർപ്പാക്കുക എന്ന് വെച്ചാൽ അത് ശരിക്കും ശരി ഗൾഫുകാരനെ സംബന്ധിച്ച. ഇതിപ്പോ ഘോഷയാത്ര തുടങ്ങുന്നതേ ഉള്ളൂ. ആ കോപ്പറേറ്റീവ് ബാങ്കുകാര് 2 ദിവസം അന്വേഷിക്കുന്നു നീ വരുന്ന എപ്പോഴാണെന്ന്. അവർക്ക് നിന്റെ ഒരു 5 കോടിയെങ്കിലും ഡെപ്പോസിറ്റ് വേണമെന്ന്. പിന്നെ നമ്മുടെ ബ്രോക്കർ നാണുള്ള ചേട്ടൻ നല്ല മണിമണി പോലുള്ള പെമ്പിള്ളേരെ കക്ഷത്തി വെച്ചോണ്ട പുള്ളി നിന്നെ അന്വേഷിച്ച് നടക്കണേ. കുറച്ചു ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എന്നാ ഇപ്പൊ ആലോചിക്കുന്നത്. ഗൾഫിലേക്ക് തന്നെ മുങ്ങുന്നതാ ബുദ്ധി. ആ ബാങ്ക് മാനേജർ പറഞ്ഞ എഞ്ചിനീയറെ കാണാൻ പോകുന്നില്ലേ നീ? നോക്കട്ടെ, ഇപ്പോ ശേഖരമാമ സ്ഥലം ഓഫർ ചെയ്ത സ്ഥിതിക്ക് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്തുകൊണ്ടും തറവാട്ടിൽ കിട്ടുന്ന സ്ഥലം കളയണ്ട എന്നാ എന്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നത് വെറും സ്ഥലം മാത്രമായിരിക്കില്ല ശേഖരമാവൻ തരാൻ പോകുന്നതെന്നാ. പുന്നാര മോളി കൂടി ചേർത്താവും. അഥവാ അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ ഒരു തെറ്റ്? ഉണ്ണിയുടെ മോർപ്പണ അവള്. എനിക്ക് വന്ന് ആലോചിക്കാൻ വയ്യേ. ഇപ്പൊ എന്റെ മുമ്പില് ഒരു വീട്, അമ്മയുടെയും ചേച്ചിയുടെയും എന്റെയും സ്വപ്നത്തിലുള്ള പോലെ ഒരു വീട്. സ്വപ്നമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഏതായാലും ബാങ്ക് മാനേജർ ചെന്ന് കാണ്. എന്നിട്ട് എന്താ തീരുമാനിക്കേ. ശരി. അതിൽ ഇനിയിപ്പോ എന്താ തീരുമാനിക്കാനുള്ളത്? ശേഖരനായ വെച്ച് നീ സ്ഥലം അങ്ങോട്ട് വാങ്ങുക. പുരാണത്തിലൊരു ചൊല്ലുണ്ട്, നമ്മളൊന്ന് തീരുമാനിക്കുന്നു പക്ഷെ നടക്കുന്നത് മറ്റൊന്നാ. എന്നാലോ എല്ലാം നല്ലതിന് വേണ്ടി മാത്രമാണ്.
അപ്പൊ ആ ആർക്കിടെക്ടിനെ ഇന്ന് വൈകുന്നേരം തന്നെ കാണാൻ ഏർപ്പാടാക്കി തരണം. ഉണ്ണികൃഷ്ണനെ വിൻസെന്റ് ക്രൂസിനെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. എവറിഥിങ് ഈസ് അറേഞ്ച്ഡ്. ഇന്ന് വൈകിട്ട് താനും ആർക്കിടെക്ട് സലാവുദ്ദീനുമായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ്. ബട്ട് ഇറ്റ് ഇസ് ഹൈലി ഇൻഫോർമൽ. ഉണ്ണിയുടെ ഡ്രീംസ് പറയുക. ആ ഡ്രീംസിൽ സലാവുദ്ദീൻ സാഹിബ് ഉണ്ണിക്കൊരു കൊട്ടാരം കെട്ടിത്തരും. ഡ്രീം പാലസ്. ഓക്കെ സാർ. അപ്പോ ഇന്ന് വൈകിട്ട് തന്നെ അറ്റ് ഷാർപ്പ് 5. ഞാൻ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യണോ? സിറ്റിയിൽ വരേണ്ട ആവശ്യമുണ്ട് എനിക്ക്. അപ്പോ ഞാൻ വന്നോളാം. ഉണ്ണികൃഷ്ണൻ, പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ എയർപോർട്ടിൽ കസ്റ്റംസുകാര് ഞാൻ ഇടപെട്ടുണ്ടാ ഡ്യൂട്ടിയൊക്കെ ഇളവ് ചെയ്തത്. അറിയാം സർ. ഞാൻ എന്താ പറയാ, ഈ കസ്റ്റംസുകാരൊക്കെ ഇത്തിരി നക്കാപ്പിച്ച വാങ്ങിച്ച് ശീലിച്ചു പോയി. ഞാൻ അപ്പൊ കോംപ്രമൈസ് ചെയ്തെങ്കിലും ഇന്ന് കാലത്തെ അവന്മാര് വിളിച്ചിരിക്കുന്നു. ഞാൻ എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ എടുത്തു കൊടുത്തു. സാരമില്ല, അതുകൊണ്ട് ഒതുങ്ങിയല്ലോ എന്നുള്ളതാ സമാധാനം. അയ്യോ, അത് വേണ്ട സാർ. അത് ഞാൻ തന്നേക്കാം. നമ്മൾ തമ്മിൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട ഉണ്ണികൃഷ്ണ. അതല്ല സാർ, എനിക്കൊരു ഉപകാരം ചെയ്തതിന്റെ പേരിൽ സാർ സഫർ ചെയ്തെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇത് ക്യാഷ് ചെയ്യാലോ? ഓ യെസ്. പക്ഷേ കുട്ടപ്പായി, അപ്പൊ ഉണ്ണി, സീ യു ഇൻ ദി ഈവനിങ്. ഓക്കെ സാർ. ഇതാടോ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. അവന്റെ പേരിലുള്ള നമ്മുടെ അക്കൗണ്ട് ഇതിലാ തുടങ്ങാൻ പോകുന്നത്. ഈ സാറിന്റെ തലയെ മുഴുവൻ ഇത്രയും ബുദ്ധി നിറച്ച ഭഗവാൻ ഇത്തിരി ഈ മണ്ടച്ചാരുടെ തല കൂടെ തൂകിയിരുന്നെങ്കിൽ. ആഹാ, തെക്കേടത്ത് ഉണ്ണിയല്ലേ? ഒരേടത്തിലേക്കായിരിക്കും. അതെ അതെ, ഒക്കെ കാട് പിടിച്ച് കിടക്കുക. വീട് പണി തുടങ്ങണം, സമയമില്ല. എന്നാ ഞാൻ പോട്ടെ. ശരി, അങ്ങനെ ആവട്ടെ. താനിവിടെ എന്ത് ചെയ്യേ? കണ്ടൂടെ, മരച്ചീനി പറിച്ചെടുക്കുന്നു. ആരോട് ചോദിച്ചിട്ടാടോ? സാറേ, പാവങ്ങളുടെ ഭക്ഷണമായി മരക്കിഴങ്ങ്. സാറിനെ പോലുള്ള ഗൾഫുകാര് ഇത് കയറി ഇടപെടേണ്ട കാര്യം. താനാണോ കക്ഷി? കേശവൻ, കൃഷ്ണൻകുട്ടി പറഞ്ഞു. അപ്പൊ കേട്ടിരിക്കുന്ന എന്നെ പറ്റി അത്രയും നന്നായി. ഇതേ പറഞ്ഞേക്കാം, ഗൾഫുകാരുടെ പത്രാസൊന്നും ഈ കേശവനോട് വേണ്ട. ഇതൊക്കെ കുറെ കണ്ടിട്ടും അടുത്തുവാ ഈ വേഷം കെട്ടി തുടങ്ങി. കുറെ സിന്ദാബാദ് വിളിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചു. സ്ഥലമൊക്കെ തന്റെ പേരിലായിരിക്കും. പക്ഷേ മണ്ണ് വെറുതെ ഇടാൻ തനിക്കാരും ലൈസൻസ് തന്നിട്ടില്ല. കാട് തെളിച്ച് കപ്പ നട്ടത് കുറ്റമാണെങ്കിൽ പോയി കേസ് കൊടുക്കണോ? ഉണ്ടല്ലോ കയ്യിൽ ഇഷ്ടം പോലെ ഗൾഫ് വേണം പോലീസിനെ സ്വാധീനിക്കാൻ. അല്ല കണരേട്ടാ, ഇന്നും ഉണ്ടോ ഗൾഫിൽ നിന്ന് ആറ്റം ബോംബ്? അത് പിന്നെ 3 ദിവസം മുന്നോട്ട് വന്നോണ്ടിരിക്കല്ലോ. മാധവമ്മേ, എടുത്തോളട്ടോ. ഈ ചെറുക്കന്റെ ഓരോ കാര്യേ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന്റെ തലേന്ന് പോസ്റ്റ് ചെയ്തതാ. അപ്പൊ എത്തിയോ? അകത്ത് ഉറങ്ങാന്നാ തോന്നണേ. ഈ നട്ടുച്ചയ്ക്കോ? ഗൾഫുകാരന് നട്ടുച്ചയെന്നോ അർദ്ധരാത്രിയെന്നോ ഒന്നുമില്ല എന്റെ കണാരേട്ടാ. നമ്മുടെ നേരെ വിപരീത അവരുടെ സ്വഭാവം. ഊണിന്റെ കാര്യത്തിലും ഓർക്കത്തിന്റെ കാര്യത്തിലും എല്ലാം. മാധവമ്മേ, മോനെവിടെ? വിളിക്കാൻ ഞാൻ ഒന്ന് കാണട്ടെ. ചോദിക്കട്ടെ അവനോട്. ഞാൻ വെക്കാം അവനെ. കണാരനെ കടന്ന് രാവിലെയും കൂടെ എന്നോട് പറഞ്ഞതാ. ഇങ്ങോട്ടിരിക്കാം. നമസ്കാരം കാണാനേട്ടാ. എടാ മോനെ, നീ വല്ലാതെ അങ്ങ് വെളുത്തു പോയ. അവിടെ ചിക്കൻ ഭയങ്കര ചീപ്പ്. രാവിലെ കാപ്പിക്ക് ചിക്കൻ, ഉച്ചക്ക് ചിക്കൻ, വൈകുന്നേരം ചിക്കൻ, രാത്രി ചിക്കൻ. ശരിയാണോടാ? ഏതാണ്ടൊക്കെ ശരിയാ. അതാ അതിന്റെയൊക്കെ ഒരു ഭാഗ്യം. ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ചിക്കൻ തിന്ന് തന്നെ ഇതുപോലെ പൊന്നിന്റെ നിറം.
നമ്മളൊക്കെ ഈ പൊരി വെളുത്ത് സൈക്കിൾ എവിടെ കറുത്തു പോയി. ഉണ്ണി പറ്റുമെങ്കിൽ നമ്മുടെ കണ്ണാരട്ടനും കൂടെ കൂട്ടിക്കൊള്ളൂ ദുബായിലേക്ക്. അവിടെ കാണുമല്ലോ പോസ്റ്റ്മാന്റെ പണി. വയസ്സുകാലത്തെങ്കിലും ഇത്തിരി ചിക്കൻ കൂട്ടി വെളുക്കട്ടെ കണ്ണാരേട്ടൻ. ഏതായാലും ഇപ്പൊ ഞാനൊരു ജോലി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാം. എല്ലാം ഗൾഫിൽ നിന്നുള്ള കത്തുകളാക്കുന്നുണ്ട്. ഇത്രയും കത്തുകളോ? ഇത് എങ്ങനെ സംഘടിപ്പിച്ച്? ഒരാള് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിയുമ്പോ ഗൾഫിൽ എല്ലാവരും ഒരു കത്തെഴുതി ചുളിവിലൊരു കത്തിങ്ങെത്തുമല്ലോ. ഞാനും ഇങ്ങനെ കുറെ കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. ചിലതൊക്കെ സ്റ്റാമ്പ് ഒട്ടിച്ചയക്കും, ചിലതൊക്കെ നേരിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ചിലത് അകത്ത് കിടക്കുന്നു. അപ്പൊ ഗൾഫുകാരൻ നാട്ടിലെത്തിയ ഞങ്ങളുടെ പണി എന്നർത്ഥം. പോസ്റ്റ്മാന്റെ പണി. ഇതാണ് സലാവുദ്ദീന്റെ ഓഫീസ്. വരൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സാഹിബാഗത്തുണ്ടല്ലോ അല്ലേ? സർ, ഇരിക്കൂ, ഞാൻ വിളിക്കാം. ശരി സർ, വിൻസെന്റ് സാർ വന്നിട്ടുണ്ട്. ഇരിക്ക്. അവരോട് വെയിറ്റ് ചെയ്യാണ്. മോഡൽ റെഡി ആയിട്ടുണ്ട് സർ. ഓക്കെ സർ. ഇത് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. ഞാൻ പറഞ്ഞില്ലേ, ഇത് സലാവുദ്ദീൻ ആൻഡ് സലാവുദ്ദീൻ അസോസിയേറ്റ്സിന്റെ ജീവാത്മാവും പരമാത്മാവുമായ സാക്ഷാൽ സലാവുദ്ദീൻ സാഹിബ്. ഹലോ. ഹലോ. കേട്ടിട്ടുണ്ട്. അപ്പോ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാ. ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ഒരു രീതി ഞാൻ നേരത്തെ പറയാം. അറ്റ് മിനിമം ടൈം അറ്റ് മിനിമം കോസ്റ്റ് എ ഡ്രീം പാലസ്. അത് ഈ പറഞ്ഞ ലോറി ബക്കറ്റോ ശങ്കരൻകുട്ടിയോ ഉണ്ടാക്കുന്ന പോലുള്ള എ റിയൽ വണ്ടർഫുൾ അൺഇമാജിനബിൾ ഡ്രീം ഹൗസ്. ഏത്? എനിക്ക് ആകെ ലീവ് 40-45 ദിവസമാണുള്ളത്. മുഴുവൻ തീർന്നില്ലെങ്കിലും ഒരു 75% വർക്ക് തീർത്തു പോയാൽ കൊള്ളാന്നുണ്ട്. ഇവിടെ ഞാൻ പോയാൽ മാനേജ് ചെയ്യാൻ ചേച്ചി അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടെന്താ, ഉണ്ണിയെ സഹായിക്കാനല്ലേ ഈ സലാവുദ്ദീൻ സാഹിബും മാനേജർ സാറും ഒക്കെ ഉള്ളത്. തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ മുഴുമിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങൂ. ഈ ഒരുമാതിരി രാമേശ്വരത്തെ ക്ഷൗരം പോലെ പണി ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. എന്റെ മനസ്സിലുള്ള ഏതാണ്ട് ഒരു ആശയമായത് ഗൾഫിൽ എന്റെ ഒരു സുഹൃത്തിന്റെ അങ്കിള് വരച്ചു തന്നതാ. ഓഹോ, കൊള്ളാം. ഗൾഫ് മോഡൽ തന്നെ. ആട്ടെ, ഇവിടുത്തെ പ്ലോട്ട് എവിടെയാ, എത്രയാ സെന്റ് എന്നൊക്കെ അറിഞ്ഞാലേ. ഓളടിച്ചിരിക്കല്ലേ, അമ്മാവൻ ഓഫർ ചെയ്തിരിക്കുക. ഉണ്ണികൃഷ്ണൻ 20 സെന്റ് ക്ലീൻ പുരയിടം. അത് തീരുമാനമൊന്നും ആയിട്ടില്ല. തീരുമാനമാക്കണം. എന്നാലേ കയ്യിലുള്ള 5 സെന്റ് നമുക്ക് നല്ല വിലക്ക് വിൽക്കാൻ നോക്കൂ. വെറുതെ കാടും പിടിച്ച് കണ്ട ആളും കയ്യേറി കിടക്കല്ലേ. വിൽക്കണമെങ്കില് അതിനും സലാവുദ്ദീൻ സാഹിബിന്റെ കീശയെ കാണും ആള്. പിന്നെ ചെറിയ പ്ലോട്ടിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ. അത് വിറ്റ് ആ തുക കൂടി കൺസ്ട്രക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബുദ്ധി. ഞാൻ ഏർപ്പാടാക്കിക്കൊള്ളാമല്ല. സൂസൻ, ആ മോഡലിംഗ് എടുക്കൂ. ഇത് കണ്ടോ, ഇതുപോലൊരു വീട് ഉണ്ണികൃഷ്ണന് 30 ദിവസത്തിനുള്ളിൽ ഞാൻ കെട്ടിത്തരും. വിത്തിൻ 30 days. ഗൾഫിലാണെങ്കിൽ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഉറപ്പുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ ബെറ്റർ പ്ലാനിങ് അതുണ്ടെങ്കിൽ ഏത് കൊട്ടാരവും കെട്ടിപ്പൊക്കാം മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. കവടിയാർ കൊട്ടാരം എന്റെ ഗ്രാൻഡ് ഫാദർ നസറുദ്ദീൻ ബിൻ സയ്യിദ് കെട്ടിപ്പൊക്കിയത് എത്ര ദിവസം കൊണ്ടാ? വിത്തിൻ 128 days. Yes, that's better planning. That's my lifestyle. My dream style. അപ്പൊ സലാവുദ്ദീൻ സാഹിബ് സ്വപ്നങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് ക്ലബിലോട്ടൊന്ന് ഇറങ്ങണ്ടേ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഒരു ട്രീറ്റ് കൊടുക്കണ്ടേ നമുക്ക്? ഓഫ് കോഴ്സ് നമുക്ക് ഇറങ്ങിക്കളയാം. We can just celebrate. അത് പിന്നൊരിക്കലാവാ സാർ. വീട്ടിൽ ചെന്നിട്ട് മാത്രമല്ല, ഞാനിന്ന് ഇത്തിരി എക്സൈറ്റഡ് മൂഡിലാണ്. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെ മുന്നിൽ ഇത്തിരി എക്സൈറ്റ്മെന്റ്. പിന്നെ സാർ, ഈ മോഡൽ ഞാൻ കൊണ്ടുപോട്ടെ. വീടാകുന്നവരെ കണ്ടോണ്ടിരിക്കാൻ ഒരു ത്രില്ല. Why not? ഈ ഉണ്ണിക്ക് വീട് വരും വരെ സ്വപ്നങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഒരു വീട്. താങ്ക് യു സാഹിബേ. ഒരു കാര്യത്തിലും എന്റെ ഉന്നം പിഴയ്ക്കാറില്ല. വിജയം എന്നത് ഈ വിൻസെന്റ് ക്രൂസിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാ. റൈറ്റ്. അതുകൊണ്ടാണല്ലോ ഞാൻ എന്തിനും എപ്പോഴും തന്റെ കൂടെ ഉള്ളത്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് എന്തോ ഒരു പേടി. ആട്ടെ,
ഇതിൽ തന്റെ മോട്ടിവേഷൻ എന്താ? ഫസ്റ്റ് ഓഫ് കോഴ്സ് മണി. അതെവിടെ കണ്ടാലും എന്റെ കണ്ണു മഞ്ഞളിക്കും. ഒരു ആർത്തിയാ, തീരാത്ത ആർത്തി. ബിക്കോസ് യു നോ, ബേസിക്കലി ഐ ആം എ ബാങ്കർ, വെരി വെരി ഷ്രൂഡ് ബാങ്കർ. പിന്നെ ഏത് ബിസിനസ്സിലായാലും എന്റെ കൂടെ നിൽക്കുന്നവർക്ക് പ്രോഫിറ്റിന്റെ ഒരു പെർസെന്റേജ് കൃത്യമായി കൊടുക്കണമെന്ന് എനിക്ക് എന്റെ അപ്പന്റെ ക്രൂസ് ആന്റണി മുതലാളി ആയാൽ പോലും കൃത്യമായിട്ട് കൊടുത്തിരിക്കും. കൊടുത്തിട്ടുണ്ട്. ഹലോ മിസ്റ്റർ രാംകുമാർ. ഹലോ, ഞാൻ ലേറ്റ് ആയില്ലല്ലോ? ഏയ്, come on. അച്ചായൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ മുതൽ ഞാനൊരു സർപ്രൈസ് മൂഡിലാ. പുതിയ പ്രൊമോഷൻ ലിസ്റ്റിൽ തന്റെ പേര് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. താനൊന്നുകൂടെ തടിച്ചു. ഒരു നക്ഷത്രം കൂടി കൂടുതൽ കിട്ടിയതിന്റെ തടിയാ. അത് ഈ സിറ്റിയിലേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയതിന്റെ സന്തോഷവും. ഏടോ സാഹിബേ, ഇതാ തന്റെ പേടി മാറ്റാൻ ഒരു തിരുവവതാരം, പുതിയ സർക്കിൾ ഇൻസ്പെക്ടർ രാംകുമാർ. ഹലോ, ഇത് മിസ്റ്റർ സലാഹുദ്ദീൻ. വെറും സലാഹുദ്ദീൻ അല്ല, ആർക്കിടെക്ട് സലാഹുദ്ദീൻ. ഹലോ, ഐ ആം രാംകുമാർ. അപ്പോ എന്റെ വക ഒരു ഡ്രിങ്ക് തുടങ്ങാമല്ലോ അല്ലേ?